10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കോളേജില്. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രമാണല്ലോ കംപ്ലൈന്റ്. അറിഞ്ഞോണ്ടറിഞ്ഞാല് ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്താ ഡാഡിയുടെ കത്തും പാഴ്സലും വന്നത്. ദീപാവലി അല്ലേ, മൂക്കും കൂട്ടാറും കത്തിക്കാൻ ഇത്തിരി പടക്കം അയക്കുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്നു. ഇവിടെ ഞാൻ കിട്ടാത്തൊരു സാധനമാണോ പടക്കം? പടക്കം വാങ്ങാൻ പണം അയച്ചാ പോരെ ഡാഡിക്ക്? ഒരബദ്ധം എനിക്ക് പറ്റി മാഡം. ഞാനത് ക്ലാസ്സിൽ വെച്ചും തുറന്നു നോക്കിപ്പോയി. പക്ഷെ ആ നേരത്തെ എവിടുന്നാ സ്പാർക്ക് ഒന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലം. പടക്കം അങ്ങ് പൊട്ടി. ഡാഡിയാണ് സത്യം. ഇതാണ് സംഭവിച്ചത്. ഡാഡി എഴുതിയ കത്തിഞ്ഞെടുക്കൂ, കാണട്ടെ. പടക്കത്തിനൊപ്പം അതും കത്തിപ്പോയി. ഈ ബ്ലണ്ടേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയല്ലോ മാഡം. നോ, ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. ഇനി ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, മനസ്സിലായോ? കഴിക്കാൻ എന്തെങ്കിലും വാതിന് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. എന്തിനാ ദിവസം അതിങ്ങനെ ചവിട്ടി വിളിക്കുന്നേ? എന്നും ചവിട്ടിയാലല്ലേ എന്നും ചേർത്തിട്ട് തെറിയേക്കാൻ പറ്റൂ. അറിഞ്ഞോ വിശേഷം? അറിഞ്ഞില്ല. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് അരി കൈകിടുമ്പോ പൊട്ടോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ? ആചാരവിടെ ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വെൽക്കം. നോക്കിക്കോ നോക്കിക്കോ, കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. കുഞ്ഞുമോട് അപ്പച്ചൻ ഏർപ്പാടാക്കിയ ആളാണെന്ന് വെച്ച് അങ്ങനെ കുഞ്ഞുമോളെ മാത്രമായിട്ട് നന്നാക്കലൊന്നും വേണ്ട. ഗുണദോഷിക്കുമ്പോ ഞങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് നന്നാവണം. എന്നാ എല്ലാരും നിരന്നിരിക്കെ, ഞാൻ കുറച്ചു നേരം ഗുണദോഷിക്കാം. ഗുണദോഷിക്കാൻ പറ്റിയ ചരക്ക് പോയി കഴിക്കാൻ വല്ലതും എടുക്ക് കളവി. ദേ, എന്നെ കേവിന് വിളിക്കരുത്. അത് മാത്രം എനിക്ക് പിടിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചാലേ നിങ്ങളെപ്പോലെ 3-4 എണ്ണത്തിന് പെറണമല്ലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം പോലും കഴിക്കാതെ കന്യായിട്ട് നിൽക്കുന്നത്. ശരി കന്യാമറിയാമേ, പോയി കാപ്പി എടുത്ത് വെക്ക്. മുകളിലത്തെ വീട്ടിൽ വേറെ ആള് വന്നോ? ഒരു പാൻറ് വേറെ കയറി പോന്നു. എന്റെ അമ്മേ, നമ്മുടെ പടക്കം. ആരാ ഉഞ്ഞാത്? ഇനി ഒരുപാട് പടക്കം പൊട്ടും ചേർത്തി ഇവിടെ. ഇത് തന്നെ ഞങ്ങളുടെ സ്വീറ്റ് സ്മാർട്ട് ഹാൻഡ്സം കെമിസ്ട്രി സർ. അങ്ങേരുടെ ജാതകത്തിലെ ഇപ്പൊ കണ്ടക ശനിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് ചാടുവോ? മാഷേ, ഉച്ചയ്ക്ക് ശേഷം സാറ് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എന്ത് വേണേലും താഴെന്നാവാന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എന്റെ സാറേ, എനിക്കും രഹനക്കും വേണ്ടി എന്തായാലും അടുപ്പ് കത്തിക്കണം. ആ കൂട്ടത്തിൽ ഒക്കെ വാങ്ങിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അതല്ല, ഭക്ഷണ കാര്യത്തിൽ എനിക്ക് എന്റേതായ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, രഹനയ്ക്കുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ വ്യക്തിക്കുണ്ട്. എന്ന് വെച്ച് എല്ലാവരും തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടോ? ഇതേ ചായ. എനിക്ക് ചായ വേണ്ട. എന്താ, മുസ്ലിം ചായ കുടിക്കില്ലേ? അതല്ല, പുറത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. എന്നാൽ ഒരു ചായ കുടിക്കാം. ഒരു സഹവീടന്റെ അവകാശമാണത്.